ദൈവകൃപയുടെ ശക്തി. വീണ്ടെടുപ്പും യഥാസ്ഥാനവും എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. പാപത്താൽ തകർന്നുപോയ മനുഷ്യബന്ധങ്ങളെയും ജീവിതങ്ങളെയും ദൈവം എങ്ങനെയാണ് തൻ്റെ കൃപയാൽ വീണ്ടെടുക്കുകയും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. നമ്മുടെ തെറ്റുകളും കുറവുകളും എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ക്ഷമയും പുതിയൊരു ആരംഭവും വാഗ്ദത്തം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു. ഇത് വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്തമാണ്. ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് പാപമോചനവും ദൈവമായുള്ള യഥാസ്ഥാനവും സാധ്യമാകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നുവെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രഖ്യാപിക്കുന്നു. ഇത് ബന്ധം പുതുക്കുന്ന ശക്തിയാണ്. പൂർണ്ണമായൊരു മാറ്റം നമ്മിൽ സംഭവിക്കുന്നു. പുതിയ ജീവിതത്തിൻ്റെ തുടക്കമുണ്ടാകുന്നു. തകർന്ന ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുന്നു. പാപത്തിൽ അകപ്പെട്ടുപോയ ജീവിതത്തിൻ്റെ രക്ഷ സംഭവിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ ആശകൾ മടക്കി പ്രാപിക്കുന്നു. ഇവയെല്ലാം ദൈവത്തിന് പുനഃസ്ഥാപിക്കുവാൻ കഴിയും. ദാവീദ് പാപം ചെയ്തു, എന്നാൽ ശേഷമുള്ള തൻ്റെ മാനസാന്തരവും ദൈവവുമായ തൻ്റെ ബന്ധവും മടങ്ങിവരവൊക്കെയും സങ്കീർത്തനം 51 നമുക്ക് വായിക്കുവാൻ കഴിയും. പത്രോസ് യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞതിന് ശേഷമുള്ള മാനസാന്തരം യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ദൈവം നമ്മുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ കണ്ട് നമ്മെ ഒഴിവാക്കുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. ദൈവം നമുക്ക് വേറൊരു അവസരം നമുക്ക് നൽകുന്നു. പാപത്തിൽ നിന്ന് പുറത്തു വരുവാനും ജീവിതത്തെ പുനഃസ്ഥാപിക്കുവാനും പുതിയ ലക്ഷ്യബോധ്യത്തിലേക്ക് മുന്നോട്ട് പോകുവാനും ദൈവം നമ്മെ സഹായിക്കും. ഈ വീണ്ടെടുപ്പിൻ്റെയും യഥാസ്ഥാനത്തിൻ്റെയും ശക്തിയിൽ വിശ്വസിച്ച ദൈവിക സ്നേഹത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറെടുക്കാം. ഗോഡ് ബ്ലെസ് യു.